ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ മധ്യയായിരിക്കുന്ന ബ്രദർ ടോമി സേനാപതി. താൻ ഇടുക്കി രാജാക്കാട് അടുത്തുള്ള സേനാപതി സ്വദേശിയാണ്. താനൊരു വലിയ മയക്കുമരുന്ന് മൊത്തവ്യാപാരിയായിരുന്നു. സ്വന്തമായിട്ട് മയക്കുമരുന്ന് കഞ്ചാവ് തോട്ടങ്ങളുടെ ഉടമയായിട്ടും അതുപോലെ അത് വാങ്ങി വിൽക്കുന്ന വ്യക്തിയായിട്ടും അതുപോലെ തന്നെ മദ്യം വാറ്റി വിൽക്കുന്ന വ്യക്തിയായിട്ട് വളരെ ശക്തമായ നിലയിൽ പിശാച് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ടോമി. അതിനോട് ബന്ധത്തിൽ താനൊരു കഞ്ചാവ് കേസ് ബന്ധത്തിലാണ് താൻ ജയിലിനകത്ത് അകപ്പെടാനിടയായത്. ആ ജയിലിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ എല്ലാ തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. തന്റെ സ്വന്തക്കാരും ബന്ധക്കാരെല്ലാം തന്നെ വെറുക്കുവാനിടയായി. ജീവിതത്തിൽ തകർച്ചയുടെ അവസ്ഥയിൽ കർത്താവിൽ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹം തന്നെ തേടി വരുവാനിടയായി. തന്റെ സ്വന്തം അനുഭവം പ്രിയ ടോമി സേനാപതി നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ബ്രദർ ടോമി സേനാപതിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശരിയായ പേര് തോമസ് ജോർജ് എന്നാണ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ സേനാപതി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞങ്ങൾ 3 മക്കളായിരുന്നു. വേണ്ടുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് വളരുന്ന കാലഘട്ടങ്ങളിൽ പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടിയുള്ള വഴികളെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും എളുപ്പമാർഗം കഞ്ചാവ് കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നുള്ള ആ തീരുമാനത്തിൽ കഞ്ചാവ് കൃഷി ചെയ്യുകയും അനേകർക്ക് അതിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ അനേകരിൽ നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന കഞ്ചാവ് മൊത്തമായി വാങ്ങുകയും അത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുകയും ചെയ്യുവാനിടയായി. അങ്ങനെ കഞ്ചാവ് കൃഷി ചെയ്ത് ധാരാളം പണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പണത്തിനോടുള്ള ആർത്തി അഹങ്കാരം കൂടുകയും അങ്ങനെ കാട്ടിൽ നിൽക്കുന്ന കള്ളത്തടികൾ വെട്ടി അറുത്ത് വിൽക്കുകയും അതുപോലെ ചാരായം മാറ്റി വിൽക്കുന്ന പ്രവൃത്തിയിൽ ആളുകളെ വെച്ച് കൂടുതലായി കാശുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഈ 3 തൊഴിലും ഒരേ സമയം കൂലിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെ വളരെ പൈസ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതെ നിയമത്തെ അനുസരിക്കാതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാകുകയും ആ കേസിൽ എന്നെ 4.5 വർഷം ശിക്ഷിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യാനിടയായി. ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതിന്റെ ഫലമായി അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ആ ജയിലിൽ ചെന്നതിന് ശേഷം ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ആരും എന്നെ സഹായിക്കുവാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ വളരെ ഭാരപ്പെടുകയും വളരെ പ്രയാസത്തോടെ ജയിലിൽ കഴിയുകയും ചെയ്തിരുന്ന സമയത്താണ് യേശു വിളിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുകയും അങ്ങനെ യേശു എന്തിനാണ് വിളിക്കുന്നത്, ആരെയാണ് വിളിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ജയിലിനകത്ത് ഒരുപറ്റം സഹോദരന്മാർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ ആ കൂട്ടത്തോട് ചേർന്നിരുന്ന് ഞാനും ദൈവത്തെ ആരാധിക്കുവാൻ അവസരം ഒരുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ യേശുവിന് വേണ്ടി 1991 അവസാനം എൻ്റെ ഹൃദയം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ ജയിലിൽ വെച്ച് വളരെ സന്തോഷത്തോടെ യേശുവിനെ ആരാധിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്തു. ആ ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു. ഒരു വേദപുസ്തകത്തിന് അപേക്ഷ നമ്പർ കൊടുത്ത് എനിക്കൊരു വേദപുസ്തകം ജയിലിൽ നിന്ന് ലഭിച്ചു. ആ വേദപുസ്തകം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 71 വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് ഇടപെടുകയും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നു എനിക്ക് ഗുണമായി 1000 പൊൻവെള്ളി നാണയത്തെക്കാളും എനിക്കേറെ ഉത്തമെന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ ഉടക്കുകയും ഞാൻ വീണ്ടും പഴയ ആവർത്തി ദൈവവചനം വായിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പഠിക്കുവാൻ ഞാൻ ആ ജയിലിനകത്ത് നല്ല അവസരമാണല്ലോ എന്ന് കരുതി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഇപ്പോൾ അയക്കരുത്. ഈ ജയിലിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു പോയാൽ ഈ ദൈവവചനമാകുന്ന വേദപുസ്തകം വലിച്ചെറിഞ്ഞ് കളയുവാനും എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകാനും സാധ്യതയുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും എന്നെ എൻ്റെ ഇഷ്ടപ്രകാരം അയക്കരുത് കർത്താവേ. നിന്റെ തിരുവചനങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം നീ എന്നെ എത്രയോ ഈ 4.5 വർഷക്കാലവും ഈ ജയിലിനകത്ത് കഴിഞ്ഞുകൊള്ളാം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ ദൈവത്തിന് തീരുമാനമെടുക്കുകയും അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള സമയങ്ങളൊക്കെയും എനിക്ക് വളരെ സന്തോഷകരമായി ഈ ആ ജയിലിനകത്ത് ജീവിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി. അങ്ങനെ ആ ജയിലിൽ നിന്നും 1994 മാർച്ച് മാസം 1-ാം തീയതി എൻ്റെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വെറുതെ വിട്ട് എന്നെ പുറത്തേക്കുവാനിടയായി. അങ്ങനെ ജയിലിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ ആരും എന്നെ കൈക്കൊള്ളുവാൻ മനസ്സ് കാണിച്ചില്ല. കാരണം ഞാൻ ജയിൽ ചാടി വന്നതാണെന്നാണ് അവർ ആദ്യം എന്നോട് പറഞ്ഞത്. അതിനുശേഷം ജയിൽ ചാടി വന്നതല്ല, പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ കേസ് വെറുതെ വിട്ട് വന്നതാണെന്ന് അവരറിയുകയും വേദപുസ്തകവുമായി ജയിലിൽ നിന്ന് വന്ന ഒരു കാരണം കൊണ്ട് എന്നെ ആരും അംഗീകരിക്കാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ സാമ്പത്തിക സ്വത്തിൽ നിന്ന് നിനക്ക് ഒരു നയാപീസ് പോലും ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നതിനോട് ചോദിച്ചു. എൻ്റെ പഴയ സ്വഭാവം അറിയാവുന്ന പിതാവ്